ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലുള്ള മഞ്ഞുമല്ലിലെ ജയചേച്ചിയുടെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചേട്ടൻ എന്തോ ഒരു ടാസ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ നമുക്ക് കണ്ടറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗെയിം വിൻ ചെയ്ത് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ് ചേച്ചി സ്വന്തമാക്കുമോ എന്നും നമുക്ക് കണ്ടറിയാം. കാണാം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയിൽ അങ്ങനെ നമ്മുടെ ജയചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി ഭയങ്കര വാം വെൽക്കമിംഗ് ആണ്. വീട്ടിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ വെൽക്കം ചെയ്തു. താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര സന്തോഷം കിട്ടി എനിക്ക്. ശരി, അപ്പോൾ ചേച്ചി തന്നെ നമ്മളെ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവച്ചാലും ചേച്ചിയുടെ വീട്, സ്ഥലം, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. എൻ്റെ പേര് ജയ. എൻ്റെ ഹസ്ബൻഡിനൊരു രാജൻ, PS രാജൻ. പുള്ളി FACT-യിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയിട്ട് 1 വർഷമായി. ഞാൻ ഒരു വീട്ടമ്മ. മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ഇപ്പം ഒരു 10 വർഷം നിർത്തി. മെഡിക്കൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇവിടെ കുറേ അവാർഡ്സ് കണ്ടു ചേട്ടന് കിട്ടിയ. അതായത് FACT-യിലാണ് വർക്ക് ചെയ്തിരുന്നത്. FACT-യിലുള്ള ഒരുപാട് അവാർഡ്സ് ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ചേട്ടൻ അവിടുത്തെ ഇതായിരുന്നു, എന്താ പറയുക, ഓൾ ഇൻ ഓൾ ആയിരുന്നോ? ഞാൻ 86-ലാണ് ഗവൺമെന്റിൽ ജോയിൻ ചെയ്യണത്. 86 തൊട്ട് FACT-യിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 സംതിങ് 21 ഏജുള്ള അന്ന് കയറി. ഓക്കെ. ലോഡിങ്ങിൽ ആണ് കയറുന്നത്. അപ്പം സമയത്ത് ഹെവി വെയിറ്റ് 100 kg ബാഗായിരുന്നു ലോഡ് ചെയ്യണം. ഇപ്പം 100 kg ബാഗില്ല, ഇപ്പോൾ ഓൺലി 50. ഞാനവിടെ 2 കൊല്ലം വർക്ക് ചെയ്തു. അത് ഞാൻ പിന്നെ പ്ലാന്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു, പ്രോസസ്സിൻ്റെ ടെക്നീഷ്യനായി. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി നല്ലൊരു സിംഗറാണ്, ഡാൻസറാണ്, യൂട്യൂബറാണെന്നൊക്കെ കേട്ടു. കുറച്ച് ഒരു ചെറിയ പാട്ടൊക്കെ അതിൽ നന്നായി പാടും, നന്നായി പാടും. ഞാൻ ഇച്ചിരി കുറച്ച് കുറവുള്ളൂ. ഈ ഡാൻസ് നേരത്തെ ഉണ്ട്. ഇപ്പൊ ഭരതനാട്യം പഠിക്കും. സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ കലാതിലകം അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാത്തിലും പങ്കെടുക്കും. കലാതിലകം ഒന്നും ആയിട്ടില്ല, അത്രേ ഉള്ളൂ. മോള് നല്ല ഡാൻസറാണ്. മോളിപ്പ മക്കളെ കുറിച്ച് പറയാലോ. പിന്നെ 2 മക്കളുണ്ട്. മോനും ഉണ്ട്, മോളും ഉണ്ട്. മോൻ ഇത് പറഞ്ഞ പോലെ FACT-യിൽ ഇപ്പോൾ 5 വർഷമായി മാനേജറാണ്. ഇപ്പോൾ മോള് MSc-ക്ക് പഠിക്കുന്നു, കുസാറ്റിൽ ഡേറ്റ അനാലിസിസ് പഠിക്കുന്നു. മരുമോളുണ്ട്, മരുമോള് ഇൻഫോ പാർക്കിലാണ്. ഓക്കെ. അപ്പൊ ചേച്ചി തന്നെ അങ്ങ് പറഞ്ഞാലും എന്ത് പണിയാണ് ചേട്ടന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? ഒരു പണി കൊടുക്കണം. കുറെ നാളായി ഇവിടെ ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ പണി തരാന്ന് ചോദിക്കാം. കൊടുക്കരുത്. എളുപ്പം കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൊടുക്കണം. എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. പുള്ളി അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടയുണ്ട്. അത് എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കും, ഓർമ്മ വെക്കാൻ. എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നോട് പറയുമ്പോൾ ഞാൻ എന്നാ പറയാണ്. അപ്പൊ തന്നെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ എന്റെ ബുദ്ധിമുട്ട് അറിയും. അതുകൊണ്ട് ഇതാണ് ഞാൻ ഒന്നും ഉണ്ടാക്കാത്ത വീട്ടില്. കണ്ട എത്ര ഉണ്ടാക്കിയാലും ഇതാ പറയുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കി കാണിച്ച്. സാധനങ്ങളൊക്കെ അവിടെ അടുക്കളയിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരില്ല. ഒന്നും അറിയാമോ വല്ലതും? അറിയോ ചേട്ടാ? കാരണം അമ്മ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മ നല്ലൊരു കുക്കായിരുന്നു. അമ്മ അതുകൊണ്ടാണ് വൈഫ് നല്ലൊരു കുക്കായി മാറിയത്. വൈഫ് അത്യാവശ്യം നല്ലോണം പാചകം ചെയ്യും. ചേച്ചി ഒരു യൂട്യൂബിലും കുക്കിംഗ് യൂട്യൂബ് ചാനലുണ്ട്, ജേർണി വിത്ത് ജയ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി. അപ്പൊ നമ്മൾ നമ്മുടെ പണിയിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് ചേട്ടനും എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ചേച്ചി നന്നായിട്ട് പാടുമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഒരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നന്നായിട്ട് പാടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ പാടട്ടെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
അടിപൊളി. ഇതാണോ ചേച്ചി പറഞ്ഞത് എനിക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് പാടുള്ളൂ? ശബ്ദം ശരിയായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇങ്ങനെ അപ്പൊ സൗണ്ട് കൂടെ ശരിയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ എന്താണെന്ന്. കളിയാക്കുവാന്ന്. ഒരിക്കലും സത്യം നല്ല നല്ല പാട്ടായിരുന്നു. ശരി, അപ്പൊ നല്ലൊരു പാട്ടോട് കൂടി നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എനിക്കൊരു ധാരണയില്ല കേട്ടോ ചേട്ടാ. ചേട്ടനാ ധാരണ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ആ, നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ തട്ടകം. നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം. ആയിക്കോട്ടെ. ഓരോന്ന് എവിടെയാന്ന് അറിയോ? കത്തിയെങ്കിലും എവിടെയാന്ന് അറിയോ? അറിയാം. അറിയാം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിന് യൂസ് ചെയ്യുന്നത്? ഗോതമ്പിൻ്റെ മാവ്, പിന്നെ കോക്കനട്ട്, പിന്നെ ബനാന, പിന്നെ ജാഗ്രി, ധാരണ അറിയാം. ആ, പോരട്ടെ. പിന്നെ കഴിഞ്ഞാ പിന്നെ ഇത് വാട്ടർ. ഓക്കെ, ശരി. അപ്പൊ ഇത്ര സാധനം നമുക്ക് ആദ്യം എടുത്തു വെക്കാം, എന്നിട്ട് നമുക്ക് പണിയിലേക്ക് കിടക്കാം. എവിടെ? ഓക്കെ, തുടങ്ങിക്കോളൂ. ചേട്ടന് അറിയാട്ടോ സംഭവങ്ങള്. ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കിയത് നോക്കിയതാണോ സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കിയത്? ഉണ്ടാക്കിയത് കണ്ടു നിൽക്കാത്ത അത്ര ഇഷ്ടമാണ്. അതാണ് സത്യം. ഇത്രയാണ് ഇതിനകത്ത് വേണ്ട വിഭവങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യം എന്തിൽ നിന്ന് തുടങ്ങാം? ആദ്യം നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യണം. ആ. ശർക്കര മെൽറ്റ് ചെയ്യാത്ത സമയം എടുക്കും. നമുക്ക് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. തീർച്ചയായിട്ടും. ചേട്ടൻ എങ്ങനെ പൊതുവെ അടുക്കളയിലൊക്കെ കയറാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ അടുക്കളയിൽ അത്യാവശ്യം ബീഫൊക്കെ ഞാൻ വെക്കും. ശരി. ആഹാ, ഇത്രയും ക്വാണ്ടിറ്റി ശരിക്കും വേണം ശർക്കര? ഇത്രയും വേണ്ട, എന്നാലും ബാക്കിയുള്ള നമുക്ക് എടുത്ത് വെക്കാമല്ലോ. ചേട്ടാ, എന്തായാലും ഇത് റെഡിയാവാൻ കുറെ സമയം എടുക്കും. അതിനിടയിൽ നേരത്തെ ചേച്ചിയെ കൊണ്ട് പാടിപ്പിച്ച പോലെ ചേട്ടനെ കൊണ്ട് 4 പേര് സഹായിച്ചാൽ നമുക്ക് ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകായിരുന്നു. 4 പേര് മതിയാ? 4 8 ചേട്ടൻ താല്പര്യം ഉണ്ടെങ്കിൽ 12 വരെയാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ജാദൂ തേരി സനം, खुशबू तेरा बदन, तू आकर तू जाकर तू आकर तू ना कर, तू हो मेरी किरण, तू हो मेरी किरण, जादू तेरी सनम, खुशबू तेरा बदन. ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നന്നായിരിക്കും. ചില വീടുകളിൽ ശർക്കര ഉരുക്കി ചായ മധുരത്തിന് പകരം യൂസ് ചെയ്യാറ്. ശർക്കര ചായയിലല്ല, കോഫിയിലാണ് നമ്മൾ ചെയ്യുന്നത് ശർക്കര. അപ്പോൾ നോക്കി നീ അതെ. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് എന്താണ്? നമ്മൾ തേങ്ങ കട്ടി. തേങ്ങ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ചിലവേല നമുക്ക് ചിരണ്ടി എടുത്തിട്ടും ചെയ്യാം. അപ്പം ഒരുപാട് സമയം എടുക്കും. അപ്പം അതിന് പുതിയ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിത് കത്തി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചേട്ടാ, കട്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണല്ലോ. ഓരോ സെയിം ആണ്. ചെറിയ മിക്സ് കട്ട് ആക്കിയില്ലെങ്കിൽ മിക്സിയിൽ ഇതൊക്കെ അറിയാം. എന്നിട്ടാണ് ചേച്ചിനെ പാവം അടുക്കളയിൽ സഹായിക്കാതെ ചേച്ചി പറയും ചേച്ചിനിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് അറ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചേച്ചി പണി തന്നതിലൊരു കാര്യമുണ്ട്. പണി അറിയാഞ്ഞിട്ടല്ല, ചെയ്യാഞ്ഞിട്ടാണ്. മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോയാണ്. അപ്പം നമ്മൾ തേങ്ങ ചിരണ്ടിയ പോലെ പീസായിട്ടുണ്ട്. ഒറ്റയടി അല്ലേ? പൾസ്. അതെ. പിന്നെ ആദ്യം നമ്മൾ ഗോതമ്പിൻ്റെ മാവ് എടുക്കും. ഒരു അട ഉണ്ടാക്കാൻ എത്ര കപ്പ് മാവ് വേണ്ടി വരും? 1 കപ്പ് കൊണ്ട് 2 അട ഉണ്ടാക്കാം.
പിന്നെ നമുക്ക് ആവശ്യമുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ പഴം ആഡ് ചെയ്യണത്. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോന്ന് ഞാനൊന്ന് തീർച്ചയായിട്ടും. നല്ല പഴം. വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടില്ലല്ലോ? വെള്ളം വേണ്ട, ശർക്കരയുടെ ഇതുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാന്നുള്ളത് ഇപ്പോൾ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ നാവിൽ വെള്ളം വരുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ശർക്കരപ്പാനി അതിനകത്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല മധുരം ഉണ്ടാവുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെച്ചാൽ നമ്മളിത് ബോയിൽ ചെയ്തെടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. 2 സിസ്റ്റത്തിൽ ചെയ്യാവണമെങ്കിൽ അങ്ങനെ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം, അങ്ങനെ എടുക്കാം. അത് ശരി. പിന്നെ നമ്മൾ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ബോയിൽ ചെയ്തെടുക്കാം. ചേട്ടന്റെ ഏത് രീതിയിലാണോ ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കി കാണാൻ താല്പര്യം? മിക്കവാറും ചേച്ചീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അമ്മ ചെയ്ത രീതി ആയിരിക്കില്ലേ? അതെ, അപ്പൊ അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. എനിക്കിഷ്ടം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ. വെളിച്ചെണ്ണ ഒഴിക്കുന്ന ചട്ടി നമുക്ക് അടിയിൽ ഇടിക്കാണ്ടിരിക്കാനാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? വേറെ നമുക്ക് വേണമെങ്കിൽ ഇലക്ക അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യാം. ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഓൾറെഡി ടേസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ പഴവും ശർക്കരയും തേങ്ങയും ചേർന്നപ്പോൾ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. എന്തായി പ്ലേറ്റ് ഒക്കെ എടുത്ത് വരുന്നുണ്ട്? പിന്നെ ആയി. ഇത് എത്ര സമയം വെക്കണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ ഒരു ചൂടനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഫ്രൈ ആവും. ഓക്കെ. ചേച്ചി ഇതിനകത്ത് ആദ്യം പറയാൻ പോകുന്ന കമന്റ് എന്നാണ് ഞാൻ പോയിച്ചു. യെസ്, അങ്ങനെ നല്ലൊരു അടിപൊളി അടപട സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതിന് ആരെ വിളിക്കണം? അതിനെ വൈഫിനെ വിളിക്കണം. വിളി ജയ. വാ. ചേച്ചി എങ്ങനെയുണ്ട്? ഒരു നോട്ടം, അത് ഏതെണ്ണത്തിൽ എടുക്കണം? കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് മാപ്പിന്റെ ഒരു പല രാജ്യങ്ങൾ കൂട്ടി വെച്ചാൽ അതിൽ എന്റെ വില ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടാക്കുന്നതിന്റെ വ്യത്യാസം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഉണ്ടാക്കിയല്ലോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് ആണ്, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. കാഴ്ചക്ക് അത്ര ലുക്കില്ല, കാഴ്ച ലുക്കില്ലെങ്കിലും അടിപൊളിയാണ്. വേറെ ഒരു ഡ്രൈ ആയി പോയി തോന്നുന്നു കുറച്ച്. എന്ത് ചേഞ്ച് അതിനകത്ത് വേണ്ടായിരുന്നത്? വെള്ളമില്ല, കുഴച്ചിട്ടില്ല നന്നായിട്ട്. ഞാനും കൂടെ ടേസ്റ്റ് ഉണ്ട്, ഡ്രൈ ആയി പോയി. കുഴപ്പമില്ല, നീ തന്നെ ഉണ്ടാക്കിക്കോ. കാരണം എന്താ പഠിച്ചില്ലേ? ഓക്കെ. എന്തായാലും ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ചേട്ടൻ ഇത് ഉണ്ടാക്കി സ്ഥിതിക്ക് ചേട്ടൻ നമ്മൾ ട്രീറ്റ് കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം. അപ്പൊ അതിന് നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? അറിഞ്ഞിട്ട് തന്നെയാണല്ലോ വിളിച്ചത്. പിന്നെ അറിയാം. ചേച്ചി ഇനി പോരാടി ഒരു ഗെയിം ജയിച്ചാൽ മാത്രമേ നമുക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ചേച്ചി അതിന് റെഡിയാണോ? പിന്നെന്താ, സെറ്റാണ്. ചേച്ചി ഫുൾ ഓൺ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി ടെൻഷൻ ഉണ്ടോ? കിടന്ന് വിറയ്ക്കുന്നുണ്ടോ? കുറച്ച്. ഓക്കെ. ഇത് എന്താന്ന് മനസ്സിലായോ? എന്തെങ്കിലും കണ്ടിട്ട്? കുറച്ച് മനസ്സിലായി. കുട്ടിക്കാലത്ത് ചൂണ്ടിടാൻ പോയിട്ടുണ്ടോ? അപ്പൊ ചേച്ചിക്ക് സിമ്പിൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഗെയിം എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കിവിടെ ചെറിയൊരു ചൂണ്ടയുണ്ട്, കണ്ട? ചൂണ്ട കണ്ട? ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഭാഗം വായിൽ വെച്ച് കൈകൾ രണ്ടും പുറകോട്ട് കെട്ടി ഇങ്ങനെ പോയി ഇവിടെ ചൂണ്ടക്കൊളുത്ത് കണ്ട? ആ കൊളുത്ത് കൊണ്ട് ആദ്യം ഒരു താക്കോൽ എടുക്കണം.
അത് കഴിഞ്ഞ് അത് വീഴാതെ രണ്ടാമത്തെ താക്കോൽ എടുക്കണം, പിന്നെ മൂന്നാമത്തെ താക്കോലും എടുക്കണം. ഈ 3 കാര്യങ്ങളും 1 മിനിറ്റിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിവിടെ ടൈമറും വെച്ചിരിപ്പുണ്ട്, എന്നെ പറ്റിക്കാൻ പറ്റൂല. ഓക്കെ, ഈ 1 മിനിറ്റിന്റെ ഉള്ളിൽ ഈ 3 താക്കോലും ചൂണ്ടക്കുളത്തിനകത്ത് കുരുക്കുകയാണെങ്കിൽ ചേച്ചിക്കും ചേട്ടനും നല്ലൊരു അടിപൊളി എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്, നല്ലൊരു ട്രീറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. റെഡി അല്ലേ? അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ചേച്ചി ഇങ്ങോട്ട് വരൂ. ഓക്കെ, 3 ഇങ്ങനെ പോവാണ് തോരെ ഇങ്ങനെ. 3, 2, 1 സ്റ്റാർട്ട്. പുറകോട്ട് കെട്ടു. ഓക്കെ, യെസ്, അങ്ങനെ 20 സെക്കൻഡിൽ ആദ്യത്തെ കീ ചേച്ചി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കീ എത്ര സെക്കൻഡിൽ എടുക്കും എന്ന് നമുക്ക് കാണാം. 35 സെക്കൻഡായി. 40 സെക്കൻഡായി. രണ്ടാമത്തേത് 45ാമത്തെ സെക്കൻഡിൽ രണ്ടാമത്തെ കീയും ചേച്ചി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ മൂന്നാമത്തെ കീ വെറും 8 മിനിറ്റ് അല്ല 8 സെക്കൻഡ് 7 സെക്കൻഡ്. 6, 5, 4, 3, 2, 1 സ്റ്റോപ്പ്. കറക്റ്റ് സമയത്ത് ഇതെല്ലാം സെറ്റായി. കറക്റ്റ് സമയത്ത് 1 മിനിറ്റ് ആവുമ്പോഴേക്കും ചേച്ചി ഇത് 3 കീയും ഇതിനകത്ത് കുരുക്കിയിട്ടുണ്ട്. ചേച്ചി ഞങ്ങൾ ഒന്ന് ടെൻഷൻ അടിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് ട്രീറ്റ് വേണ്ടി വരുമോ അതോ എന്താ പറയുക സാധാ ഗിഫ്റ്റ് മതിയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്ത് ചേച്ചിക്ക് എന്താ തോന്നണേ? കിട്ടിയോ? എന്നോട് ചോദിക്കാൻ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ചേച്ചി കറക്റ്റ് സമയത്ത് ആക്കിയില്ലേ? കിട്ടി. അപ്പൊ ആ ട്രീറ്റ് കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ, ഹാപ്പി ആയില്ലേ? ഓക്കെ, എന്തായാലും ട്രീറ്റ് മാത്രമല്ല അതിന്റെ കൂടെ വേറെയും കുറെ ഗിഫ്റ്റ്സും നമുക്ക് ഇവിടെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, ചേച്ചി അടിപൊളിയായിട്ട് ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഹാപ്പി ആയോ? ഹാപ്പി ആയി. പ്രതീക്ഷിച്ചിരുന്നോ ചേച്ചി ജയിക്കുമെന്ന്? പിന്നെ അടിപൊളിയായിട്ട്, കാരണം ടാർഗറ്റ് എടുക്കുന്ന ആളാണ്. ഓക്കെ, എന്തും വെല്ലുവിളിയോട് കൂടി നേരിടുന്ന ഒരാളാണ്. അപ്പൊ ചേട്ടന് ഞങ്ങൾ ട്രീറ്റ് തരുന്നത് നിഹാര ഹോട്ടൽ റിവർ സൈഡ് ഗ്രില്ലിൽ വെച്ചാണ്. അപ്പൊ അവിടുത്തെ ഒരു ഗംഭീരമായ ഫുഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് വേറെയും കുറെ സമ്മാനങ്ങളും ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടേ? തീർച്ചയായിട്ടും. ഓക്കെ, സോ ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 അളറിയുന്ന പുട്ട്. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും ലെസ് സോൾട്ടഡ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത ഫ്രഷ് മാംഗോ രുചി ഭരണി അച്ചാർ. വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റുക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെ വിശ്വസനീയം. റുക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. ഇതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചോളൂ. നല്ലൊരു ട്രീറ്റും കൊടുക്കാം, ഒപ്പം ചെറിയൊരു പണിയും കൊടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.